വീട്ടിൽ കണക്കുറച്ചിൽ തുടങ്ങി. ഇനിയൊരു സ്വന്തം കാര്യം നിൽക്കണം. നമുക്ക് ആ പട്ടിക്ക് ഹെൽമെറ്റ് വെക്കുന്ന പരിപാടി എങ്ങനെയുണ്ട്? പട്ടിക്ക് എന്തിനാണ് ഹെൽമെറ്റ്? എത്ര പട്ടികളാണ് കേരളത്തിൽ വണ്ടി ഇടിച്ച് മരിക്കുന്നത്? പോടാ പട്ടി. എന്നാലേ നമുക്ക് അത്ര വെച്ചോടം തുടങ്ങിയാലോ? അത്ര ഖത്തറിലോട്ട് കയറ്റി വിടുന്നു. എന്നിട്ട് വേണോ ഉള്ള നിക്കറൂടെ കീറാൻ. കോണ്ടാക്ട് കൊടുക്കണ്ട. വീട്ടിന്റെ ആധാരം തള്ളയുടെ താലിമാല, ഇത് രണ്ടും നീ നോക്കണം. ഞങ്ങളുടെ അരിഞ്ഞാണ് എടുത്ത് വയ്ക്കുവോ? എന്തുവാ മനെ അവിടെ ഹണി റോസ് ഉദ്ഘാടനത്തിനും എല്ലാം വന്ന് നിൽക്കുന്നത്? എവിടെ? ഈ വടക്ക് നോക്കിയ യന്ത്രമാണ് നിന്നെ വഴി എത്തിക്കുന്നത്. അച്ഛൻ കൂടുതൽ അച്ഛൻ കളിക്കാൻ വരല്ലേ? പിന്നെ ഞാൻ നിന്റെ പൊണ്ടാട്ടി കളിക്കാളാ. ഇതെന്തിനാ അച്ഛൻ ഇത്? എടാ നിന്റെ അച്ഛൻ ഇങ്ങനെയാണോ? ഇതിൽ പറയാം. അല്ല നിന്നെ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാ എന്തിന്? അതെന്റെ സന്തോഷത്തിന് ഞാൻ അച്ഛനൊരു സ്കൂട്ടർ മേടിച്ചു കൊടുത്തായിരുന്നു. കണ്ട് പടിയിടാ. അല്ല ഇനി ഇറക്കി വിടുന്നത് എന്തിന്? പിന്നെ അമ്മയുടെ താലിമാല പണയം വെച്ചിട്ട് അച്ഛന് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തിട്ട് സ്വിഗ്ഗി വിടാൻ പറഞ്ഞ് അങ്ങനെ പിടിച്ച് ഉമ്മ വയ്ക്കൂ. എന്നാലും നീ ഒന്നും പണിക്ക് വരുത്തറാ. കൊറേ ബിസിനസ് മാമാര്. എന്നാ ഒരു ഐഡിയ പറഞ്ഞാട്ടെ. ഒരെണ്ണം ഉണ്ട്. എന്തുവാ? പൊടിയാത്ത പപ്പടം. എന്തോന്ന്? അത് ചെയ്തായിരുന്നേ ഞാനായിരുന്നു ഇവിടുത്തെ ബിസിനസ് സ്റ്റാക്കൂ. അല്ല, പപ്പടം എങ്ങനെ പൊടിയാതെ കഴിക്കുന്നു? എടാ ഇത് വേറെ പപ്പടം, പൊടിയാത്ത പപ്പടം. ചപ്പാത്തിക്ക് ഒരു കോമ്പറ്റീഷൻ. പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. ആമ്പൽക്കുളത്തിൽ നിന്ന് പാലെടുത്ത് ബീച്ചിലിട്ടുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് ആഫ്രിക്കയിലോട്ട് കയറ്റി വിടും. ചുമ്മാ അല്ല പോയത്. സംഭവം വാഴകൃഷിക്കൊക്കെ ബെസ്റ്റാണ്. എടാ ഇങ്ങനൊക്കെ ചിന്തിക്കണോടാ നമ്മള്. ഇപ്പൊ മനസ്സിലായി എന്താ ഗതി പിടിക്കാൻ. ഇതിലും ഭേദം 500 രൂപയ്ക്ക് 10 ഏക്കർ വിറ്റ് എന്റെ അപ്പൂപ്പന്. അത് നിങ്ങളായിരുന്നേ 300 രൂപയ്ക്ക് വിറ്റ് തൊലച്ചാന്. എങ്ങനെ രക്ഷപ്പെടാനാ? ഇതിന്റെയൊക്കെ ഇല്ലേ വിത്ത്. നീ വാടാ. ബിസിനസ് ഐഡിയ ഇല്ലാത്ത ഒന്നുകൂടെ പോയി വരാം.